എല്ലാവരും ബിഗ് ബോസിന്റെ കണ്ടന്റ് ഇങ്ങനെ ഇതാണല്ലോ. ഇപ്പൊ ബിഗ് ബോസിന്റെ ഇപ്പൊ ഫൈനലാണല്ലോ. ഞാനൊരു ബിഗ് ബോസ് കാണല് ചെറിയൊരു പണ്ട് അങ്ങനല്ല, അതായത് ഏതോ ഒരു ഷോ മുതൽ ഞാൻ കണ്ടത്. അപ്പോൾ ബ്ലെസ്ലിൻ്റെ ഒക്കെ ഷോ മുതലൊന്ന് കണ്ടതാണ്. അന്ന് കണ്ട മുതൽ എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കാണാൻ ഒരു ചില സമയത്തുണ്ടല്ലോ, ചില നമ്മൾക്കൊരു സീരീസൊക്കെ കാണുന്ന പോലെ ഇത് അതേപോലെ ഒരു പരിപാടിയാണ്. ഇത് നമ്മളൊരു ഷോ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സീരീസ് വരുന്ന വരെ വെയിറ്റ് ചെയ്യും, നമ്മളത് കാണും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനിയിപ്പോൾ ആരാ ജയിക്കാന്ന് എനിക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സപ്പോർട്ട് കൊടുക്കൂലേ, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെ അനീഷേട്ടനാണ്. കാരണം മൂപ്പര് എത്ര പറഞ്ഞാലും എന്താ പറയുക, ഒരു ഗെയിമറാണ്. കാരണം മൂപ്പര് സ്റ്റാൻഡ് എന്തോ ആയിക്കോട്ടെ, പക്ഷേ മൂപ്പര് അവിടെ മൂപ്പരായിട്ടല്ല, അയാളായിട്ടല്ല അയാൾ നിൽക്കുന്നത് അവിടെ. അയാളൊരു ഗെയിം കളിക്കാനായിട്ട് വന്നു. അതിൻ്റെ രീതിയിൽ തന്നെ ആദ്യം കുറേ ചൂടായി ഇങ്ങനെയൊക്കെ നിന്ന്, പക്ഷെ അവസാനമായപ്പോൾ അയാൾ എന്താട്ടി ഒരു സോഫ്റ്റായില്ലേ, നല്ല ഒരു ക്യാരക്ടർ പോലെ മൂപ്പര് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ തോന്നുക. അപ്പം അതൊരു ഗെയിമറാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. നമ്മളെല്ലാവരും ഓരോരുത്തർ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ എനിക്കങ്ങനെ അതിലൊരു ബെസ്റ്റ് പിന്നെ 2 എന്ന് പറയുന്നില്ല, ബെസ്റ്റ് 1 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരാളെ മാത്രമേ ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ, അത് അനീഷേട്ടനാണ്. അപ്പോൾ അനീഷേട്ടൻ ജയിക്കട്ടെ. ഇങ്ങനൊരു വീഡിയോ വെറുതെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ബിഗ് ബോസ് കാണാറുണ്ട്, അപ്പോൾ അതുകൊണ്ട് മാത്രം. അപ്പോൾ ഇങ്ങനൊരു സ്ഥലത്ത് വന്നപ്പോൾ എനിക്കെന്തോ ചെയ്യാൻ തോന്നി, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അയാൾ ജയിക്കട്ടെ, മൂപ്പരെ സപ്പോർട്ട് ചെയ്യുക. എനിക്കത്ര വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടില്ലെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും അങ്ങനെയല്ലല്ലോ. നമ്മൾ കിട്ടണ ഒരു 100 ആൾക്കാരിലാണെങ്കിൽ ചിലപ്പോൾ മൂപ്പര് സപ്പോർട്ട് ചെയ്തിട്ട് മൂപ്പര് ജയിക്കട്ടെ. നമുക്ക് എന്തായാലും ജയിച്ചിട്ട് മൂപ്പര് കാണാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബിഗ് ബോസ് എല്ലാവരും. അപ്പോൾ അത്രേ ഉള്ളൂ. ശരി.